മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മര്യാദയ്ക്ക് അടിച്ചുകൊണ്ട് പോയ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കടോ എന്ന് പറയണമായിരുന്നെങ്കിൽ ശോഭ വേണമായിരുന്നു. ഇനിയും അതിനുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഉണ്ടായാൽ ആര് ഭരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ സംഘ ശക്തി, ശബ്ദ സംഘ ശക്തി നിങ്ങൾ ഉറപ്പുവരുത്തുക. എണ്ണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ പറയണം ഇന്നാരൊക്കെ ഉണ്ടാവണം. നിയമസഭയിൽ സുരേന്ദ്രൻ ഉണ്ടാവണം, ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവണം, രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവണം, കൃഷ്ണദാസ് ഉണ്ടാവണം, വി മുരളീധരൻ ഉണ്ടാവണം, സന്ദീപ് വാചസ്പതി ഉണ്ടാവണം, ഷോൺ ജോർജ് ഉണ്ടാവണം, അനൂപ് ആന്റണി ഉണ്ടാവണം, അഖിൽ മാരാർ ഉണ്ടാവണം. അവൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയത്തിലെ ബാലനാണവൻ. പക്ഷെ ആർക്കെങ്കിലും അവന് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർ വരണം നിയമസഭയിൽ. പത്മ ചേച്ചി, പാരമ്പര്യത്തിന് എന്താ കുറവ്? കേരളത്തിന്റെ യഥാർത്ഥ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ മറ്റൊരു ഗ്യാരണ്ടിയും നിങ്ങൾക്ക് വേണ്ട. ഓരോ വിഷയങ്ങളായിട്ട് എടുത്തോളൂ. കർഷകന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി 3 നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെ കാടൻ നിയമങ്ങൾ എന്ന് പറഞ്ഞു ഇവിടെ പ്രമേയം പാസാക്കി ഇവിടുന്ന് പൈനാപ്പിൾ കയറ്റി അയച്ച് തീവ്ര വിചാരമുള്ള സംഘടനകളുടെ കൂടെ കൂട്ടി ആ നിയമങ്ങൾ തച്ചുടച്ചെടുത്തു. നിങ്ങളെല്ലാം വിശ്വസിച്ചു ആ ബില്ല് അധമമാണെന്ന്. ഏറിയ വിഷമത്തോടെയാണ് പ്രധാനമന്ത്രി ആ 3 നിയമങ്ങളും പിൻവലിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർഷക കുടുംബങ്ങളോട് ചോദിക്കുന്നു, കർഷക സംഘങ്ങളോട് ചോദിക്കുന്നു, ആ 3 നിയമങ്ങൾ തച്ചുടച്ചപ്പോൾ ആ നിയമം വഴി എന്താണോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരേണ്ടിയിരുന്നത് നിങ്ങളത് മനസ്സിലാക്കാതെ തച്ചുടയ്ക്കുന്നവർക്ക് വേണ്ടി കൂട്ടുനിന്നെങ്കിൽ അതിനുശേഷം കേരളത്തില് ഏതാണ്ട് 5 വർഷമായിട്ട് കർഷകർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ഈ സർക്കാരും അവരുടെ കൂടെ ആ നിയമം തച്ചുടയ്ക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന പ്രതിപക്ഷവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കണ്ട് ചെയ്ത് നിങ്ങൾക്ക് അഭിവൃദ്ധിയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത്, ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്, അല്ലാതെ നരേന്ദ്രമോദി ആവാസ് യോജന അല്ല. അതിന്റെ പണം മോദിജിയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രീ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും അല്ല കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ മോദിയുടെ വീട്ടിലേക്ക് ആ പണം കൊണ്ടുപോകാറില്ല. ഇവിടെ പലരുടെയും വീട്ടിലേക്ക് ആ പണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂരകൾ ഉണ്ടായിട്ടില്ല. കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ കേന്ദ്ര പദ്ധതിയിലൂടെ ആയുഷ്മാൻ ഭാരത് എത്ര കുടുംബങ്ങളാണ് ആശുപത്രികളിലെത്തി ചികിത്സയ്ക്ക് വേണ്ടി അല്ല, ഒരു മരുന്ന് പുറത്തുനിന്ന് വാങ്ങി വരണമെന്നൊരു തുണ്ടെഴുതി കൊടുത്താൽ ഭിക്ഷയാചിക്കാൻ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ കിടക്കാടം പണയം വെച്ച് പണമെടുത്ത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന പണം, സ്വർണം, ഇതെല്ലാം അടം വെച്ച് ഒരു കാലത്തും തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ കടബാധ്യത വളർത്തി ഒടുവിൽ പെൺമക്കളെയും വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന എത്ര കുടുംബങ്ങളുടെ കഥയാണ് ഈ കാർഷിക നിയമങ്ങൾ തച്ചുടയ്ക്കാൻ കൂട്ടുനിന്ന മാധ്യമ പ്രവർത്തകർ പിന്നീട് കാണിച്ചത്. കേരളത്തിലെ പ്രബലരായ എല്ലാ ചാനലുകളും കാണിച്ചു. പാലക്കാട്ടുള്ള കർഷകർ, കുട്ടനാട് എന്റെ നാടാണ്, അവിടെയും വിഭിന്നമല്ല. റോഡ് ടാർ ചെയ്യാൻ വേണ്ടി പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ അന്നനാളത്തിലൂടെ ചെന്ന് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അന്നമൊരുക്കുന്ന കർഷകന്റെ ഉൽപ്പന്നങ്ങൾ റോഡ് വക്കിൽ കൊണ്ടുവന്ന് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ
അതിന്റെ ചതുരം പോലും പിടിക്കാതെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന എത്ര കാഴ്ചകൾ. അതിലെല്ലാം ചോറാവണ്ട നെല്ല് ഞാറായി മാറുന്ന കർഷകന്റെ കണ്ണീരിന്റെ നനവേറ്റു ഞാറാകുന്ന അവസ്ഥയിൽ എത്ര തവണയുണ്ടായി. ഓരോ വർഷവും അങ്ങനെ 2 മാസങ്ങളിലെങ്കിലും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിട്ടില്ല. എവിടെയാണപ്പോ കാർഷിക നിയമങ്ങളിലെ അധമത്വം? നിങ്ങൾ അന്വേഷിക്കണം. ഇതേതൊക്കെ കോൺഗ്രസിലെ ആയാലും NCP-യിലെ ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആയാലും ഏതൊക്കെ കർഷക കുത്തകകളുടെ ഗൂഢനീക്കമായിരുന്നു. നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രബുദ്ധത നാശത്തിന് മാത്രമേ വഴിവെക്കൂ. നമുക്ക് കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി ഒരു നല്ല കാലമാണ് നമ്മുടെ സ്വപ്നം. ആ നല്ല കാലത്തേക്ക് നമുക്ക് 70 വർഷം കൊണ്ട് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഒരു 70 വർഷം കൊണ്ട്, അതും വേണ്ട, 2047 ആദരണീയനായ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്ന ആ വർണ്ണശബളമായ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്ന വികസന കാഴ്ചപ്പാട്, വികസിത് ഭാരത് 2047, അവിടേക്ക് സഞ്ചരിച്ചെത്തുന്നതിന് കേരളത്തിൽ ഞാൻ പറഞ്ഞ ജലനിധി മിഷനായാലും ശരി തന്നെ, കേരളത്തിൽ മാത്രം അതിന്റെ തകർച്ചയുടെ ശതമാന കണക്കെന്ന് പറയുന്നത് ഭീകരമാണ്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഓരോ സമ്മതിദായകനും ഓരോ സമ്മതിദായകയ്ക്കും നല്ല നിരീക്ഷണ ബുദ്ധി വേണം. ഇത് വലിയ ആഘോഷമാണ്. കൊടി തോരണങ്ങളൊക്കെ കെട്ടി, ബാൻഡ് മേളം, ലൈറ്റിട്ട വണ്ടികൾ, ഇത് നമുക്ക് ദിവസവും ഓരോ പാർട്ടി നമുക്ക് ഉത്സവ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പോയി ഒരു ഓട്ടം കിട്ടും. ഈ സമ്പ്രദായം മാറണം. അവസാനത്തെ 2 ദിവസമെങ്കിലും, അവസാനത്തെ 1 ദിവസം ശബ്ദ കോലാഹലങ്ങളില്ല, അന്നെങ്കിലും സമാധാനമായിരുന്ന് ഞാൻ എന്റെ രാജ്യത്തിന്റെ, ഞാൻ എന്റെ സംസ്ഥാനത്തിന്റെ, ഞാൻ എന്റെ ജില്ലയുടെ, ഞാൻ എന്റെ പഞ്ചായത്തിന്റെ, ഞാൻ എന്റെ പഞ്ചായത്ത് വാർഡിന്റെ, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ കൗൺസിലിന്റെ, ഞാൻ എന്റെ വീടിന്റെ കഴിഞ്ഞ 25 വർഷം ഞാൻ വിലയിരുത്തുന്നു. ഇതെന്താ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതിന് IAS-നൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ വഴിക്ക് എന്ത് അടിമത്തം രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ടെങ്കിലും, രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിലും, വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആയിരിക്കില്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി ആയിരിക്കില്ല. ഈ മണ്ണിന് വേണ്ടി, ഞാൻ എന്റെ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് നിശ്ചയിച്ചാൽ പാലക്കാട് ശോഭ MLA എന്ന് ബോർഡ് വയ്ക്കും. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ? എന്തെല്ലാം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് മറന്നിട്ടല്ല. സ്വർണത്തിന്റെ കാര്യം മാത്രം എടുക്കുക, എനിക്കിഷ്ടമുള്ള വിഷയമേ അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്, ഗവൺമെന്റ് അതിന് കണ്ടുപിടിച്ച മാർഗമാണ് SIT. ആ SIT ഏതൊക്കെ വഴിക്ക് പോയെന്ന് കണ്ടല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി താക്കീത് കൊടുത്തതും കണ്ടല്ലോ അല്ലേ? ഇവര് ചീട്ട് കളിക്കിരിക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. ജോക്കറും കിങ്ങും ജാക്കിയും, ആ ജാക്കി നമുക്കിട്ടാ വെക്കുന്നത്, പിന്നെ ആസം, ഇതിട്ട് കളിക്കുക. കടകംപള്ളി എന്ന് പറഞ്ഞൊരു ഫോട്ടോ അവരിങ്ങോട്ടിടും, അപ്പൊ തന്നെ അവരങ്ങോട്ട് സോണിയാഗാന്ധി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇടും. കേരളത്തിന്റെ യഥാർത്ഥ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ശ്രീ കരുണാകരൻ, അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ജനഹിത ഭരണം കാഴ്ചവെച്ച സഖാവ് അച്യുതമേനോൻ,
VS അച്യുതാനന്ദൻ, നയനാർ, അതിനപ്പുറം ഒന്നുമില്ല. അവരൊക്കെ എന്തായിരുന്നു എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. കേരളത്തിന് പിന്നെ കേന്ദ്രത്തിന്റെ ഒരു സഹായം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ബഹുമാനീയനായ ശ്രീ O രാജഗോപാലിനെ കൊണ്ടാണ്. ആ O രാജഗോപാലിന്റെ പാരമ്പര്യമാണ് ഈ ഇരിക്കുന്നത്. ആ O രാജഗോപാലിന്റെ പാരമ്പര്യത്തിലുള്ള കണ്ണൂര് നിതീഷ് ആയാലും രഞ്ജിത്ത് ആയാലും ഹരിദാസ് ആയാലും രഘുനാഥ് ആയാലും കാസർഗോഡ് അശ്വിനി ആയാലും തൃശൂര് ഗോപാലകൃഷ്ണനായാലും അനീഷ് ആയാലും നാഗേഷ് ആയാലും ഇങ്ങനെ ഒരു 20-21 പേരെ നിങ്ങൾ എണ്ണി പേരെടുത്ത് നിശ്ചയിച്ചോളൂ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ആത്മാഭിമാനത്തിന് അടുത്ത 5 വർഷം നിരന്തരമായ സംരക്ഷണമെങ്കിലും ഉണ്ടാകും. അതിനുശേഷം 2031-ൽ ആരും വെള്ളം വെച്ച് തിളപ്പിക്കണ്ട, അരിയും ഒരുക്കണ്ട, ഒരു വെള്ളവും തിളക്കില്ല. ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അരിയും ഇട്ടാൽ വേവില്ല. ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കും, ശക്തമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കും. മാവേലി നാട് വാണിയിടും കാലം എന്ന് പറയുന്നത് അന്ന് സംഭവിക്കും. അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി ഇത് പാലക്കാടിന്റെ വലിയ ഉത്തരവാദിത്വമാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത്, ഒരു രാഷ്ട്രീയ പ്രസംഗമേ അല്ല ഇത്, ഞാൻ കൃത്യമായ കാര്യങ്ങളാണ് നിരത്തിയത്. ഓരോ കേന്ദ്ര പദ്ധതിയും എടുത്തുകൊള്ളൂ. ഇവിടെ പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിന് വേണ്ടി എത്ര വർഷമായിട്ട് നിങ്ങൾ രോദനം മാത്രം അവതരിപ്പിക്കുന്നു? പറയണം, പ്രശാന്ത് പറയണം, എത്ര വർഷമായി ഈ ഗതികെട്ട അവസ്ഥയെ കിടക്കുന്നത്? നിങ്ങൾ കൈകൂപ്പേണ്ടത് തൃശ്ശൂർക്കാരെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MP ഞങ്ങൾ BJPക്ക് സമ്മാനിക്കും അവർ നിശ്ചയിച്ചെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ടൊരു ചീട്ടിട്ടാൽ ആ MP മന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി തീരുമാനിച്ചെങ്കിൽ പാലക്കാട്ടുകാർക്ക് വലിയ ആതിഥേയരാവാൻ വേണ്ടി മലമ്പുഴ ഡാമിലേക്ക് 69 ചില്ലുവാനും കോടി കൊടുത്തുകൊണ്ടാണ് ആ ഉദ്യാനത്തിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് കണക്ക് തെറ്റിയെന്നാണ് പ്രശാന്ത് പറയുന്നത്. 76 കോടിയാണ്. ഒരാൾക്കെങ്കിലും അറിയാവില്ല. നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇതുപോലെ തന്നെയാണ് തൃശ്ശൂരും പദ്ധതികൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. അതിന്റെ എഴുത്തുകുത്ത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നടത്തിയതൊക്കെ എല്ലാ തെളിവുകളും ഉണ്ട്. റവന്യൂ മന്ത്രി രാജനുമായിട്ട് എത്ര അപേക്ഷയാണെന്നറിയാം വാക്കാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ ചേംബർ ഓഫ് കോമേഴ്സിന് അറിയാം. ചേംബർ ഓഫ് കോമേഴ്സ് മീറ്റിംഗിന് വിളിച്ചു. ഞങ്ങൾക്ക് രാജൻ മന്ത്രിയെയും സുരേഷ് ഗോപി മന്ത്രിയെയും ഒത്തിരുത്തി സംസാരിക്കണം. രാജൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ ഇനിയും ഉണ്ട്, 5 ദിവസം. മന്ത്രി ശ്രീ P. രാജൻ തയ്യാറുണ്ടോ? ചേംബറുകാരുടെ മുമ്പിൽ വന്നിരുന്ന് ഇതിന് ഇനി എയിംസിലേക്ക് വരാൻ ആരൊക്കെ എവിടൊക്കെയോ ഇരുന്ന് പുലമ്പുന്നുണ്ട് കേട്ടോ. ഞാൻ കേരളത്തിലേക്ക് എയിംസ് വന്നിരിക്കുന്ന പറഞ്ഞ, കൊണ്ടുവരുമെന്നല്ല പറഞ്ഞ. പക്ഷെ ഇനി പറയുന്നു കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവന്നിരിക്കും. വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാട് ഒരു പ്രധാനമന്ത്രി കാണും. ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് കാണണം. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങൾക്കും എതുവഴിയാണ് വികസനത്തിന്റെ വലിയ ഒരു മുദ്ര ചാർത്തിയാൽ ഏതൊക്കെ വഴിയാണ് മറ്റ് അനന്തര വികസന സംരംഭങ്ങൾ വരുന്നത്. ഒരു എയിംസ് ഒരു ജില്ലയിൽ വരുന്നത് കൊണ്ട് ആ ജില്ല ഇന്ന് നേരിടുന്ന അവസ്ഥാ സവിശേഷതകളിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാവണമെങ്കിൽ എയിംസ് സഹായിക്കുമോ? ഞാൻ ആ കാഴ്ചപ്പാട് വെച്ച് മാത്രമേ 2 പേര് പറഞ്ഞിട്ടുള്ളൂ, 2-3 പേര് പറഞ്ഞിട്ടുള്ളൂ.
മന്ത്രി ശ്രീ രാജൻ 5 ദിവസം ഇലക്ഷന് ബാക്കി നിൽക്കെ പ്രഖ്യാപിക്കട്ടെ. അപ്പൊ അവിടെ രാജീവ് ജി നമ്മുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് BJP ഭരണത്തിലെത്തുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് മെട്രോയും രണ്ടാമത് കൊണ്ടുവരാൻ പോകുന്നത് എയിംസുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ആരോ വന്നോട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമുന്നണിയുടെ വക്താവായിട്ട് മന്ത്രി ശ്രീ രാജൻ പറയട്ടെ, അത് ഞാൻ തൃശ്ശൂര് 300 ഏക്കർ സ്ഥലം കൊടുത്ത് തൃശ്ശൂര് കൊണ്ടുവരുമെന്ന് പറയട്ടെ. ശ്രീ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയട്ടെ അവരെവിടെ കൊണ്ടുവരുമെന്ന്. ധൈര്യമുണ്ടോ? ഇത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രമാണ് ആ പദ്ധതി വരിക. അതിപ്പോഴും വലിയ ഒരു മാഫിയ സംഘത്തിന്റെ ബിസിനസ് പ്രവർത്തനത്തിന് വലിയ ബലമേകാൻ വേണ്ടി അതൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് ഒടിയും. അത് കേന്ദ്ര സർക്കാർ ഒടിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിനും ഇൻവെസ്റ്റിഗേഷനും ഇറങ്ങി അവരുടെ നട്ടെല്ലൊടിച്ചിരിക്കും. പദ്ധതി നമുക്ക് നഷ്ടപ്പെടരുത്. ഞാൻ മനസ്സിലാക്കിയ കണക്ക് കൃത്യമാണെങ്കിൽ ഏതാണ്ട് 23 എയിംസിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനിയും 4 എണ്ണം വരണം. ആ 4 എണ്ണത്തിൽ കേരളമുണ്ട്. എയിംസിന് സത്വര നടപടി സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു സർക്കാർ വരണേ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ആര് ഭരിച്ചാലും മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുന്ന് ഭരിക്കണമെങ്കിൽ ശോഭയെ പോലെയുള്ളവർ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങൾ നിശ്ചയിക്കുക. വേറെ ആരെയും പുറന്തള്ളണമെന്നോ വേറെ ആരെങ്കിലും ചവിട്ടിത്തേക്കണമെന്നോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ പ്രചരണ വേദികളെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയുകയുമില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ആവശ്യമാണ്. ഒന്നുകൂടി സംക്ഷിപ്തമായി പറഞ്ഞാൽ, പാലക്കാട്ടുകാർക്ക് ശോഭ ജയിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അല്ല ജയിക്കുന്നത് പാലക്കാട്ടുകാർ തന്നെ ആയിരിക്കും. വന്ദേ മാതരം.